ഹായ്, പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് അടിപൊളിയൊരു നല്ല സൈസൊരു ചെമ്പല്ലി ഉണ്ടോ. കുറേ കാണുന്ന കാട്ടിൻ്റെ ഇടയ്ക്കായിരുന്നു. ആറ്റിനകത്ത് ഇറങ്ങേണ്ട വന്നു, അങ്ങ് വെള്ളത്തിൽ ഇറങ്ങിപ്പോയി. ഇളിക്കൊപ്പം പാൻറ്റ് മൊത്തം നനഞ്ഞിരിക്കുക. അത് ആടെ വരെ ഇറങ്ങിപ്പോയി. കയറി ഒരു ഓലമടലിനകത്ത് കയറി ചുറ്റി ആകെ കുഴപ്പമായി. പിന്നെ അതിനെ എടുത്ത് വെള്ളത്തിൽ ഇറങ്ങി താഴെ ചെന്ന്. ആരുമില്ല, ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. എന്തായാലും ഒരു ധൈര്യത്തിൽ നമ്മളങ്ങ് ഇറങ്ങി അങ്ങ് താഴെ ചെന്ന് ഈ ഇളിക്കൊപ്പം വെള്ളത്തിലങ്ങ് ഇറങ്ങി. അതായത് മടലിനകത്ത് ചുറ്റിയിരുന്നത്, ഓലമടലിനകത്ത്. എന്തായാലും എടുത്ത് ചിരിയാടുന്ന അഭ്യാസം വീണ്ടും വന്ന് കേട്ടോ. നമ്മുടെ ഈ നോർമൽ ഡാർട്ടിൽ അടിച്ചെടുത്തത് നല്ല അടിപൊളിയൊരു ചെമ്പല്ലി. നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ മീൻ പിടുത്തം ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ. ഐശ്വര്യമായിട്ടൊരു കരിമീനെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അത് തന്നെ നമ്മുടെ മുമ്പോട്ടുള്ള തുടക്കം മൊത്തവും. ഒരെണ്ണം ഓടിപ്പോയ പോക്കുണ്ട്. നമ്മളവിടെ വന്നപ്പോൾ വലിയ ഒരെണ്ണം ഓടിപ്പോയത്. അപ്പോൾ അടുത്തന്നെ ഒരെണ്ണത്തിന് നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ. അവിടെ ഒരെണ്ണം അനങ്ങാതിരിപ്പുണ്ട്. ഒരു ദിവസം ഇല്ലായിരുന്നു ഇന്നത്തെ ദിവസം ഒന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കേ ഉള്ളൂ. കാര്യം പറയാനൊന്നും ആരുമില്ല. അതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ ഏകാന്തമായിട്ടൊക്കെ നടന്നു പോയാൽ പിടിച്ച്. ഇനി അടുത്തൊരു ഷൂട്ടിലോട്ട് പോവാം. ഇനി അതും ഒരു കരിമീനെ കേട്ടോ. ഇന്നത്തെ നമ്മൾ രണ്ടാമത്തെ കരിമീനെ അടിക്കാൻ പോവാം. അടുത്ത സ്പോട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഈ കരിമീനെ അമ്പ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡീപ്പിൽ നിന്ന് കരിമീനെ ഞാൻ അടിച്ചെടുക്കുന്നത്. കാരണം അത്രയും താത്തി അടിച്ചിട്ടും കരിമീൻ്റെ ഏത് ഭാഗത്താണ് കൊണ്ടുവന്ന് നോക്കണം. കണ്ടോ, അത്രയും താഴെ നിന്നിട്ട് നമ്മളത് അടിച്ചെടുത്തത് കണ്ടോ. ഹാൻഡ് മെയ്ഡ് ഡാറ്റ കേട്ടോ, ഡീപ്പ് ഡാറ്റ, അടിപൊളി ഡാറ്റ. അത് അടുത്ത ഷൂട്ട് പോകാം. അടിപൊളി ഒരു കരിമീനെ ഷൂട്ട് ചെയ്യുന്നതിന് നോക്കിക്കോണേ. അതിനെ നമ്മൾ മിസ്സായി പോകുന്നത് ആ പാടി ചെന്ന പടാന്നും പറഞ്ഞ വെള്ളത്തിൽ അടിച്ചിറങ്ങിപ്പോയി. അടിയുടെ സൗണ്ട് തൊട്ടാൽ മിസ്സായി പോയത്. രണ്ടാമത് നമ്മളതിനെ അടിച്ചിടും കേട്ടോ. അത് അടിപൊളി ഒരു കരിമീനെ. അടി കൊണ്ട് പമ്പരം കറങ്ങുന്ന കണക്ക് അത് കറങ്ങുന്നത്. എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഈ കരിമീനെ കിട്ടിയത്. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോനെ. കാരണം ആ ബ്രൈഡ് ലോക്ക് ചെയ്യുന്ന ആ പൊടി മാത്രമേ മീനിൻ്റെ ദേഹത്ത് കയറിയിട്ടുള്ളൂ. ഞാൻ അതുകൊണ്ട് പേടിച്ച് എടുത്ത് കരയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ഡാർട്ട് ഊരി ഇനി മാറുന്നു നോക്കിക്കോണേ. കരക്കിട്ടത് ഊരിപ്പോയി. ഇവിടുന്ന് ആ ഒരു കരിമീനെ കിട്ടിയോളൂ. നമുക്ക് ഇവിടുന്ന് സൈറ്റ് മാറാം. ഞങ്ങൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. സൈറ്റ് മാറിച്ച് അപ്പുറത്തോട്ട് ഒരു തെങ്ങൊക്കെ നിൽപ്പുണ്ട്. ആ തെങ്ങിൻ്റെ അടുത്തോട്ട് പോയി അങ്ങോട്ട് ചെന്ന് നിന്ന ഒന്ന് അടിപൊളി ഒരു ചെമ്പല്ലി നിൽക്കുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, അന്നേരം ഓർമ്മ പറ്റിച്ച്. ചില വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചെമ്പല്ലി കടിക്കുമെന്ന്. നോക്കിക്കോണം, ഞാൻ ഡാർട്ട് അതിൻ്റെ വായിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ അത് കയറി കടിക്കുന്ന നോക്കിക്കോണേ. അടിപൊളി ഒരു ചെമ്പല്ലി പുറത്തിറങ്ങി. കടിച്ച് വിടറാ. കണ്ടോ, ഇതാ ഇതിൻ്റെ സ്വഭാവം. വായിക്കകത്ത് വിരൽ വീണ് കഴിഞ്ഞാൽ തീർന്നു. ഇനി ഇതിലും വലിയൊരു ചെമ്പല്ലി നമ്മളിപ്പോൾ പിടിക്കും കേട്ടോ. നല്ല അടിപൊളി വരണം. അത് നമ്മുടെ നോർമൽ ഡാർട്ടിലാണ് അടിക്കുന്നത്.
എന്നെ വെള്ളത്തിൽ ഇറക്കിയത്. ഞാൻ ഏണപ്പം വെള്ളത്തിൽ ഞാൻ ഇറങ്ങി ഇന്ന് അതിനെ എടുക്കുന്നത്. ഇച്ചിരി പാട് വിട്ടുപോയി കേട്ടോ. ചെമ്പല്ലിയൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ നേരത്തെ പിടിച്ച ചെമ്പല്ലി സൈസാണ് കേട്ടോ, ആ സൈസ് ചെമ്പല്ലിയൊക്കെ. പക്ഷെ അതിലും ഭയങ്കര ഒരെണ്ണം ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. അത് ഇന്നങ്ങ് കറങ്ങും, നമുക്കൊരു അവസരം കിട്ടുന്നില്ല. നല്ലൊരു അവസരം നോക്കിയിരുന്ന ഞാൻ അടിക്കുന്നത്. ആ അവസരം നോക്കിയിരുന്ന അടിച്ച അടി എനിക്കൊരു പണിയുമായി. ബാക്കിലൊരു സൗണ്ട് കേട്ടോണ്ട് തിരിഞ്ഞു നോക്കിയത് കേട്ടോ. നമുക്കൊരവസരം ഞാൻ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക. എന്തായാലും ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ കവണ കൊണ്ടുപോകുന്നു നോക്കിക്കോണേ. നല്ലൊരു അടിയാണ് പറ്റുന്നതിന് കേട്ടോ. ഇത്തിരി നേരം കൊണ്ട് ഞാൻ ആ ബ്രൈഡിട്ട് പിടിക്കുക കേട്ടോ. എനിക്ക് അവസാനം അത് പൊട്ടിച്ച് കളയണമെന്ന് വരെ ഉണ്ടായിരുന്നു. പക്ഷേ പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മീനാണ് നമുക്ക് മിസ്സാവുന്നത്. അതുകൊണ്ട് പൊട്ടിച്ച് നോക്കുക ഞാൻ. പൊട്ടുന്നതുമില്ല, ഒന്നുമില്ലാത്ത രീതി. അവസാനം ഞാൻ ക്യാമറയൊക്കെ ഊരി ബാഗിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് ഞാൻ പതുക്കെ ഇറങ്ങി ഞാൻ ചെന്ന് നോക്കുന്നത് ഒരു മടലിനകത്ത് കയറി കുരുങ്ങിയിരിക്കുക. എന്തായാലും നമ്മളതിനെ ഇനി എടുത്ത് കരക്കെടുത്ത് ഇച്ചിരി നേരം ഞാനത് കാണിക്കുന്നുള്ളൂ കേട്ടോ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണം തരുമോ എന്ന് പറഞ്ഞ് ചോദിച്ചു നോക്കിയിരിക്കും. നമുക്ക് അതിൻ്റെ വിലയും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം അതിനെ കാണിക്കുന്നുള്ളൂ. പെട്ടെന്ന് എടുത്ത് എൻ്റെ ബാഗിലിടുന്നു കേട്ടോ. ഞാൻ ഉപയോഗിച്ച ബ്രൈഡ് എന്ന് പറഞ്ഞാൽ മെഗാപ്പിയുടെ കേട്ടോ, സോൾട്ട് വാട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 70 LBയുടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ക്യാമറയും കൊണ്ട് ഇവിടം വരെ ഇറങ്ങത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് കയറും. ക്യാമറയെ കാട്ടുവള്ളിയിലെല്ലാം കൂടെ കയറി കുരുങ്ങി വെള്ളത്തിൽ പോയാൽ പോയി. അതുകൊണ്ട് ഞാൻ തിരിച്ച് കയറി ക്യാമറ ഊരി മാറ്റി വെച്ചിട്ടാണ് ഞാൻ പിന്നെ ആ മീനെ എടുത്ത് കരക്കിടുന്നതൊന്നും കാണിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആളില്ലാത്തതുകൊണ്ട് വള്ളിയിലൊക്കെ കയറി ക്യാമറ ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതും എല്ലാം കുഴപ്പമായി പോകും. അതുകൊണ്ട് ഞാൻ കരയ്ക്ക് എടുത്തിട്ടതിന് ശേഷമാണ് നമ്മളത് മീനെ കാണിക്കുന്നത് കേട്ടോ. അന്നേരം എടുത്ത് അതിനെ ബാഗിലിടുക. ഇച്ചിരി നേരെ കാണിക്കുന്നുള്ളൂ. ഇച്ചിരി നേരെ ഞാൻ അനങ്ങാതെ നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ ചിലപ്പം അനങ്ങാതെ നിൽക്കുമ്പോൾ നമ്മൾ പോയെന്നറിഞ്ഞ ഉടനെ ഇത് ചിലപ്പം വലിച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അനങ്ങാതെ നിൽക്കുക. എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. അതിനകത്ത് അവിടെ കിടന്നൊരു ഓലമടല അതിനകത്ത് കയറി നല്ല രീതി കയറി അങ്ങ് ചുറ്റി ഇയാൾക്ക് ഇറങ്ങിപ്പോകാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുക. ഞാൻ ഒന്നുകൂടെ പിടിച്ചായിരുന്നെങ്കിൽ ആ നോർമൽ ഡാർട്ടിൻ്റെ ലോക്ക് അറിയാമല്ലോ, പെട്ടെന്ന് നൂന്ന് വരുന്ന സാധനം. ആ ഒരു സൈഡിൽ ലോക്ക് മാത്രമേ കയറി ഇരിപ്പുള്ളായിരുന്നു. എന്തോ പായത്തിന് നമുക്ക് അതിനെ കിട്ടിയത് കേട്ടോ. എന്തായാലും ആ ഓലയും പിടിച്ചുകൊണ്ട് വന്ന് ഞാൻ കൊണ്ടുവന്ന് കരക്കിട്ട് എന്തായാലും നമുക്ക് അതിനെ മിസ്സായില്ല, എന്തായാലും കിട്ടും. കാരണം അതിന് പോയായിരുന്നെങ്കിൽ ഞാൻ ആകെ ടെൻഷൻ അടിച്ചേനെ. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ വെള്ളത്തിൽ വരെ ഇറങ്ങിയിട്ട് അത് പോയായിരുന്നെങ്കിൽ ആകെ പെട്ടുപോയേനെ. എൻ്റെ ഒരു വീഡിയോയും നഷ്ടമായി പോയേനെ. അതുകൊണ്ട് എന്തും വരട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വം നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങുമോ. ആരുമില്ല കൂടെ, കാടാണ്. പിന്നെ ഇറങ്ങി ചെരുപ്പൊക്കെ ഊരി വെള്ളത്തിൽ നിന്ന് ചെരുപ്പിട്ടോണ്ടാണ് നിന്നേ വെള്ളത്തിൽ. ഞാൻ പിന്നെ ചെരുപ്പ് ഊരി കരക്കിട്ട്, കാരണം ചേറുണ്ടോ അതിൻ്റെ താന്ന് പോകുന്നു. പിന്നെ ഞാൻ ചെരുപ്പ് ഊരി അങ്ങ് ഇട്ട് കയ്യിൽ ക്യാമറയും ഇതെല്ലാം എടുത്ത് ബാഗിലും വെച്ച് എല്ലാ സാധനവും ഊരി മാറ്റി വെച്ചിട്ട് ഞാൻ അതിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത്. കണ്ടോ, ഞാനത് പിടിച്ച് നോക്കുമോ, വരുന്നില്ല അത്. എന്തായാലും പിടിച്ച മീനെ കാണാൻ നോക്കും. ഇതാ സാധനം കണ്ടോ, നല്ല അടിപൊളി കാരണം കണ്ടോ. ഡാർട്ട് കയറിയിരിക്കുന്നുണ്ടോ, ഒറ്റ ലോക്ക് അതിനകത്ത് കയറിയിരിക്കുന്നുണ്ട്. ഒരു ലോക്ക് കണ്ടഞ്ഞ് പുറത്തിറങ്ങിയിരിക്കണ്ടോ കേട്ടോ. എന്തായാലും വലിച്ചൂരിഞ്ഞ് എടുത്ത് രക്ഷപ്പെട്ട് ഇവിടുന്ന് ഒരു കരിമീൻ നമുക്ക് കിട്ടും കേട്ടോ. ആ ചെമ്പല്ലിയുടെ ദേഹത്ത് നിന്ന് പെട്ടെന്ന് അത് ഊരി എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ എടുത്ത് ഞാൻ തലേ സെറ്റ് ചെയ്തില്ലായിരുന്നു. ഞാൻ കൈ വെച്ചുകൊണ്ടിരുന്നത്. അതാ ഒറ്റ കയ്യിൽ നമ്മൾ പെട്ടെന്ന് ചെമ്പല്ലിയുടെ ദേഹത്ത് തന്നെ ഡാർട്ട് ഊരി എടുക്കുന്നത്. ഇവിടുന്ന് കണ്ട അടിപൊളിയൊരു കരിമീൻ അടിച്ചെടുക്കുകയാണ്. ഓക്കെ, അത് ഇത്രയേ ഉള്ളെങ്കിൽ ആ വെള്ളത്തിൽ കിടന്ന ഓട്ടം കണ്ടായിരുന്നു. അടിപൊളി ഒരു കരിമീന, നോർമൽ ഡാർട്ടില്ല. പിന്നെ അടുത്തൊരു ഷൂട്ടിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷൂട്ടാണ് കേട്ടോ. അത് ഐശ്വര്യമുള്ളൊരു കണമ്പിനെ അടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഷൂട്ട് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഷൂട്ട് അങ്ങനെയാണ്. മേളിൽ കൂടെ അടിയുണ്ടത് ഉള്ള ഏകാന്തമായിട്ട് ഇവിടെ അങ്ങാണ്ട് സൈഡിലെങ്ങാണ്ട് നിന്ന് പെട്ടെന്ന് പോയ പോക്കിൽ അടിക്കുന്ന അടിയാണ്. കറക്റ്റ് എന്തായാലും എന്തായാലും അത് മിസ്സായില്ല. പെട്ടെന്നായിരുന്നു. നമ്മൾ നോർമൽ ഡാർട്ടിൽ അടിയുണ്ടത്. അത് കണ്ടു പോകാം. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഓടുന്ന ഓട്ടം കണ്ടോ, ഓടിപ്പോയത്.
ആദ്യം കറക്റ്റ് കവണ പിടിച്ചിട്ട് പിന്നെ ഞാൻ മാറ്റി പിടിക്കുന്നുണ്ടോ, അത് അവിടെ നിന്നോണ്ട് പെട്ടെന്ന് ഓടി മാറിയോണ്ട് അടിച്ചതാ. പെട്ടെന്നുള്ള അടിയായിരുന്നു. അടിച്ചോ നട്ടുവിനകത്തൂടെ അടിച്ചോ. എല്ലാവർക്കും ഞാൻ പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണണ്ടേ, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഞാൻ പിടിച്ച ഇന്നത്തെ മീൻ. ഉണ്ടോ, ആ വലിയ ചെമ്പല്ല എനിക്ക് മുട്ടം പണി തന്നിട്ട് അനങ്ങാതെ കിടക്കുക. ഉണ്ടോ, ഈ കരിമീൻ എന്തോ പായത്തിനാണ് നമുക്ക് കിട്ടിയത്. കരയ്ക്ക് വീണപ്പോഴേ ഡാർട്ടങ്ങ് പോരുന്നു. ഡാർട്ടിന് മുനയില്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി അപ്പുറത്ത് ചെല്ലാൻ പറ്റിയില്ല. ആ ചെമ്പല്ലി എന്തായാലും നമുക്കൊരു പണി തന്ന്. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.